ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരെയും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് നിഫ്റ്റി 278 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 23,824 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഇന്ന് 751 പോയിൻറ്റ്സ് കുറഞ്ഞ് 57,183 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ് 658 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 62,070 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി സ്മോൾ ക്യാപ് 91 പോയിൻറ്റ്സ് കുറഞ്ഞ് 18,805 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്ന് 13.94 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 893 പോയിൻറ്റ്സ് കുറഞ്ഞ് 76,200 ക്ലോസ് ചെയ്തു. ഇന്നത്തെ DII FII ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് DIIയും FIIയും നെറ്റ് ബയേഴ്സ് ആയിരുന്നു. DIIയുടെ ഭാഗത്തു നിന്ന് 680 കോടി നെറ്റ് ബൈയിങ് ആയിരുന്നു നടന്നത്. FIയുടെ ഭാഗത്തു നിന്ന് 17 കോടി നെറ്റ് ബൈയിങ് ആയിരുന്നു ഇന്ന് നടന്നത്. ഈ ആഴ്ച നിഫ്റ്റി ആകെ 189 പോയിൻറ്റ്സിൻ്റെ കുറവ് കണ്ടു. 0.79% ഫോളോ നടത്തി. നിഫ്റ്റി 50 ഈ വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 26,129 നിഫ്റ്റി ഇന്ന് 23,824 നിൽക്കുമ്പോൾ 8.82% ഫോളോ ആണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 കഴിഞ്ഞ 12 മാസം മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 30 ജൂൺ 2025 25,517 നിഫ്റ്റി ഇന്ന് 23,824 നിൽക്കുമ്പോൾ 6.63% ലോസാണ് കഴിഞ്ഞ 12 മാസമായിട്ട് നിഫ്റ്റി 50യിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 831 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 2,171 കമ്പനികളെന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി ഹെൽത്ത് കെയർ, നിഫ്റ്റി ഫാർമ എന്നീ സെക്ടേഴ്സ് മാത്രമേ ഗ്രീനിൽ ക്ലോസ് ചെയ്തുള്ളൂ. ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും റെഡിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ നല്ല ഒരു ഇടിവ് കാണാൻ സാധിച്ചത് നിഫ്റ്റി IT, നിഫ്റ്റി മെറ്റൽ എന്നീ സെക്ടേഴ്സാണ്. നിഫ്റ്റി ഓട്ടോ ഒന്ന് 206 പോയിൻറ്റ്സ് കുറഞ്ഞപ്പോൾ 26,496 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 505 പോയിൻറ്റ്സ് കുറഞ്ഞ് 40,268 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 256 പോയിൻറ്റ്സ് കുറഞ്ഞപ്പോൾ 26,329 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 49,059 ക്ലോസ് ചെയ്തപ്പോൾ 296 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ 85 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. 15,918 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 90 പോയിൻറ്റ്സ് കുറഞ്ഞ് 9,460 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 616 പോയിൻറ്റ്സ് കുറഞ്ഞ് 27,012 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 22 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 1,514 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 422 പോയിൻറ്റ്സ് കുറഞ്ഞ് 12,669 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 101 പോയിൻറ്റ്സ് കുറഞ്ഞ് 11,171 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 24,989 ക്ലോസ് ചെയ്തപ്പോൾ 227 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് ഇന്ന് 172 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 8,591 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി റിയാലിറ്റി 9 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 806 ക്ലോസ് ചെയ്തു. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് സിപ്ല 1.23% റാലി നടത്തി. ഡോക്ടർ റെഡ്ഡി 0.82% റാലി നടത്തി. പവർ ഗ്രിഡ് 0.76%, ആക്സിസ് ബാങ്ക് 0.36%, സൺ ഫാർമ 0.27%, മാരുതി സുസുക്കി 0.22%, അപ്പോളോ ഹോസ്പിറ്റൽ 0.22%, ശ്രീറാം ഫിനാൻസ് 0.05% ആൻഡ് HDFC ലൈഫ് 0.05% റാലിയാണ് കാണാൻ സാധിച്ചത്. ഇന്നത്തെ ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഫോസിസ് 3.39% ഫോളോ കണ്ടു. TCS 3.21% ഫോളോ നടത്തി. അദാനി എൻ്റർപ്രൈസ് 3.16%, വിപ്രോ 3.16%, JSW സ്റ്റീൽ 3.13%, ടാറ്റ സ്റ്റീൽ 2.72%, ഹിൻഡാൽകോ 2.70%, ഭാരത് ഇലക്ട്രിക് 2.67%, അദാനി എൻ്റർപ്രൈസ് 2.36% ആൻഡ് ജിയോ ഫിനാൻസ് 2.29% ഫോളാണ് കാണാൻ സാധിച്ചത്. ഇതൊരു ബയോസെല്ലോ റെക്കമെൻഡേഷൻ അല്ല. മറ്റുള്ള ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇവൻറ്റ്സ് USA നാളെ ക്രൂഡ് ഓയിൽ ഇൻവെൻറ്ററി ഡേറ്റ വരുന്നുണ്ട് 24 ജൂണിന്. ഇതാണ് ഇന്നത്തെ പ്രധാനമായ ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ആൾ.